അബ്ദുൾ റഷീദ് ഈ 6 റൗണ്ട് ലീഡ് ചെയ്തു, അതുപോലും പ്രെഡിക്റ്റ് ചെയ്തു. അത് അത് റഷീദുമായിട്ട് ഞാൻ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ റഷീദുമായി ഞാൻ സംസാരിച്ചിരുന്നു. പിന്നെ അതുമാത്രമല്ല അവിടുത്തെ പ്രവർത്തകരുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ എന്നോട് വളരെ കൃത്യമായി അവർ പറഞ്ഞു, കൃത്യം ലീഡ് ചെയ്യുന്ന റൗണ്ടുകളൊക്കെ അവർ വളരെ കൃത്യമായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു അവർ. കാരണം അവരെന്നോട് വളരെ കൃത്യമായി പറഞ്ഞത് അവസാനത്തെ 2 റൗണ്ടുകളിൽ, അത് പിണറായി പഞ്ചായത്തും ധർമ്മടം പഞ്ചായത്തും എണ്ണുമ്പോഴല്ലാതെ ശ്രീ പിണറായി വിജയൻ അവിടെ ലീഡ് ചെയ്യില്ല എന്നും ആ പഞ്ചായത്തിൽ എങ്ങനെയാണോ ലീഡ് വരുന്നത് അതിനനുസരിച്ചായിരിക്കും വിജയമെന്ന് പോലും അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വളരെ അവരുടെ കറക്റ്റ് ഫീഡ്ബാക്ക് ആയിരുന്നു അത്. ആ ഫീഡ്ബാക്ക് അങ്ങനെ തന്നെ സംഭവിച്ചു. കാരണം ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന സാധാരണ പ്രവർത്തകരാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് റഷീദിനെ പോലുള്ള വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള ആളുകൾ മത്സരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾക്കത് ഒരുപക്ഷെ അത് പിടിക്കാമെന്ന് പോലുള്ള ഒരു ചിന്ത ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ വന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷമാണ്. UDFന്റെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം പിണറായി വിജയനാണെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആറന്മുളയിലെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അബിൻ വർക്കിയാണോ പിണറായി വിജയനാണോ? അല്ല, അങ്ങനെയല്ല. ഞാനൊന്നുമല്ല. ഞാൻ ഒരു UDFന്റെ സ്ഥാനാർത്ഥി മാത്രമാണ്. എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി അവിടെ പണിയെടുത്തത് മുഴുവൻ UDFന്റെ പ്രവർത്തകരാണ്. അവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ 272 ബൂത്താണുള്ളത്. ആ ബൂത്തുകളിലെല്ലാം അവർ പണിയെടുത്തുകൊണ്ടാണ് ഞാൻ വിജയിക്കുന്നത്. പിന്നെ 2, സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ പറയുന്ന കാര്യം അവിടുത്തെ വീടുകളിൽ പോയി പറയേണ്ടത് നമ്മുടെ പ്രവർത്തകരാണ്. ആ പ്രവർത്തകരില്ലാതെയൊന്നും നമ്മളില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ എന്താണോ എന്നെ പാർട്ടി നേതൃത്വം ഏൽപ്പിച്ചത് അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ അങ്ങോട്ട് ആറന്മുളയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നോട് പറഞ്ഞത്, നിന്നെ ഞാൻ പറഞ്ഞു വിടുന്നത് വീണ ജോർജിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ മന്ത്രിസഭയിൽ ആദ്യം തോൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന മന്ത്രി വീണ ജോർജാണ്. നീ അത് ചെയ്തിട്ടേ തിരിച്ചു വരാവുള്ളൂ എന്നാണ് എന്നെ പ്രതിപക്ഷ നേതാവ് എന്നോട് പറഞ്ഞാണ്. ഇത് തന്നെയാണ് എൻ്റെ അടുത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കന്മാരും പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് അതിനുവേണ്ടി എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്തു. എൻ്റെ പ്രവർത്തകർ, നമ്മുടെ പ്രവർത്തകർ, UDFൻ്റെ പ്രവർത്തകർ എല്ലാം അത് ഏറ്റെടുത്തു, അത് ചെയ്തു. അങ്ങനെയാണ് വിജയിച്ചത്. അത് ജനങ്ങളൊപ്പം നിന്നു. കോൺഗ്രസ് പറഞ്ഞ രാഷ്ട്രീയത്തോട് ജനങ്ങളൊപ്പം നിന്നു. ഇപ്പം ജനം ഒരു മാറ്റം ആഗ്രഹിച്ചാണ് വോട്ട് ചെയ്തത്. ആ മാറ്റം ആഗ്രഹിച്ച് വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് 10 കൊല്ലത്തിൽ നിന്ന് ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഞാൻ ആ മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ സ്വാഭാവികമാണ് ജനം മറ്റൊരു മാറ്റം ആഗ്രഹിക്കും. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ആ ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി എൻ്റെ മുമ്പിലുള്ളത്. ശക്തമായ ത്രികോണ മത്സരം എന്നതായിരുന്നു നമ്മൾ പറഞ്ഞത്. കുമ്മനം രാജശേഖരൻ എന്ന സ്ഥാനാർത്ഥിയെ എങ്ങനെയാണ് കണ്ടത്? ശ്രീ കുമ്മനം രാജശേഖരൻ വളരെ സീനിയറായ നേതാവാണ്. അദ്ദേഹം എത്രയോ കാലങ്ങളായി നമ്മളൊക്കെ ചെറുപ്പത്തിൽ TV കാണുമ്പോൾ കാണുന്ന മുഖമാണ് ശ്രീ കുമ്മനം രാജശേഖരൻ്റെ. അപ്പോൾ അപ്പോഴേ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ നമുക്കറിയാമല്ലോ. അദ്ദേഹം വളരെ സീനിയറായ ഒരു നേതാവാണ്. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ BJPയുടെ വോട്ടുകൾ കഴിഞ്ഞ തവണ CPM വളരെ കൃത്യമായി പിടിച്ചു അവിടെ. കാരണം 2016 തന്നെ BJPക്ക് ശ്രീ MT രമേശ് നിൽക്കുമ്പോൾ 38,000 വോട്ട് പിടിച്ച മണ്ഡലമാണ്. 2019 ശ്രീ K സുരേന്ദ്രൻ പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോൾ 50,000 വോട്ട് ആറന്മുള നിയോജകമണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചു. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ അനിൽ ആൻ്റണി നിൽക്കുമ്പോൾ 38,000 വോട്ട് പിടിച്ചു. പക്ഷേ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ ബിജു മാത്യു നിൽക്കുമ്പോൾ 29,000 വോട്ട് മാത്രമാണ് ലഭിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു 10,000-ഓളം വോട്ട് വളരെ ക്ലീനായി ശ്രീമതി വീണ ജോർജിൻ്റെ കയ്യിലിട്ട് പോയതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടായത്. പക്ഷേ ഇത്തവണ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് BJP അങ്ങനെ ഒരു വോട്ട് കച്ചവടം നടത്തരുതെന്നും BJPയുടെ വോട്ടുകൾ പിടിക്കണമെന്നുള്ളതാണ്. അത് ഏകദേശം ആ രീതിയിൽ തന്നെ ഏതാണ്ട് ഒരു 35,000-ഓളം വോട്ടുകൾ, അവരുടെ ബേസ് വോട്ടുകൾ BJP പിടിക്കുകയുണ്ടായി. അത് ശ്രീ കുമ്മനം രാജശേഖരൻ ആയതുകൊണ്ടാണ് അത് പിടിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം നിൽക്കുമ്പോൾ ഒരിക്കലും BJPക്ക് മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കി. അബിനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വിജയം അത് പ്രതീക്ഷിച്ചതിലും അധികം ഭൂരിപക്ഷത്തോടെയൊക്കെ പല സ്ഥാനാർത്ഥികളും ജയിച്ചു വന്നതിൻ്റെ സന്തോഷവുമൊക്കെയാണ്. പക്ഷേ ഇന്ന് ഈ 3 ദിവസം പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി ആര് എന്ന തീരുമാനമായിട്ടില്ല. നേതാക്കന്മാർക്കായി പലയിടങ്ങളിലും ഫ്ലെക്സുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു, പരസ്യ പ്രകടനം നടക്കുന്നു, MLA-മാരുടെ അഭിപ്രായം തേടുന്നു. അതൊരു പ്രോസസ്സാണ് എന്ന് കരുതാം. അതിന് പുറമെ ഈ പുറത്ത് നടക്കുന്ന ഫ്ലെക്സ് യുദ്ധം, പ്രകടനം, ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ഒരു മങ്ങലേൽപ്പിച്ചോ വിജയത്തിന്? ഇല്ല, അങ്ങനെയല്ല. ഇത് പാർട്ടി കോൺഗ്രസ് ആണ്. ഞങ്ങൾക്ക് അല്പം ജനാധിപത്യം കൂടുതലാണ് എന്നുള്ളത് കൊണ്ട്, നിങ്ങൾക്ക് ഒക്കെ വാർത്ത കിട്ടുന്ന ജനാധിപത്യം കൂടുതലുള്ളത് കൊണ്ടാണല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സംസ്ഥാനത്തും ഞങ്ങളൊരു സംസ്ഥാനത്തും മുഖ്യമന്ത്രിയെ മുന്നേ തീരുമാനിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാറില്ല. അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിജയമുണ്ടാകുമ്പോൾ, അത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഒരു യൂഷ്വൽ
പ്രോസസ്സാണുള്ളത്. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഫ്ലെക്സും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും സംഭവിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിൽ ഇപ്പോൾ എല്ലാവർക്കും ഓരോ നേതാക്കന്മാരെ ഇഷ്ടമുണ്ട്. അത് പരസ്യമായി പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം കോൺഗ്രസ്സിലുണ്ട് താനും. അത് ശ്രീ കെ മുരളീധരനൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഈ പാർട്ടിയിൽ ജനാധിപത്യമുണ്ട്. എനിക്കൊരല്പം ഇഷ്ടം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇഷ്ടം പ്രകടിപ്പിക്കാനും അല്പം അനിഷ്ടം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ആ അനിഷ്ടം പ്രകടിപ്പിക്കാനുള്ള അവസരം ഈ പാർട്ടി എനിക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു വിശാലമായ ജനാധിപത്യ ബോധം തന്നെയാണ് നമ്മളെയൊക്കെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഫ്ലെക്സ് വയ്ക്കുന്നുണ്ട്, പ്രകടനം നടത്തുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് പ്രസിഡൻ്റ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തോടെ എല്ലാവരും ചേർന്ന് നിൽക്കും. ആ തീരുമാനം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും എടുക്കാൻ പോകുന്നത്. അബിൻ തന്നെ പറഞ്ഞല്ലോ, ഇഷ്ടമുള്ള നേതാക്കളെ പറയാൻ കൂടി പറ്റുന്ന പാർട്ടിയാണ് എന്ന്. അബിൻ ഇപ്പോൾ അവിടെ പോയി ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾക്ക് മുന്നിൽ ആരാണ് അബിൻ്റെ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് വരികയാണ്. ആരാണ് അബിൻ്റെ ചോയ്സ്? ഞാൻ എൻ്റെ അഭിപ്രായം വളരെ കൃത്യമായി രേഖപ്പെടുത്തി. എനിക്ക് പറയാനുള്ള അവസരം അത് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നുണ്ടായിരുന്ന ഇന്ന് ശ്രീ മുകുൾ വാസ്നിക്കാണ്, അതുപോലെ ശ്രീ അജയ് മാക്കൻജിയാണ്, പിന്നെ അതുപോലെ ശ്രീമതി ദീപാദാസ് മുൻഷിയാണ്. ഇവർ എൻ്റെ സജഷൻസ് ചോദിക്കുകയും എന്താണ് താങ്കളത് പറയാനുള്ള കാരണമെന്ന് ചോദിക്കുകയും എന്താണ് ഓപ്ഷൻ എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്തു. ഒറ്റ ഓപ്ഷനെ ചോദിച്ചോളൂ. അല്ല, അങ്ങനെയല്ല. അത് അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടായ ചർച്ചയാണ്. എനിക്കെന്താണോ അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റുന്നത് ആ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം എനിക്ക് തന്നു. ഞങ്ങൾ 63 MLA-മാർക്കും കൊടുത്തു. MP-മാർക്ക് അവസരമുണ്ടായിരുന്നു. മുതിർന്ന നേതാക്കൾ ശ്രീ എ കെ ആൻ്റണി ഉൾപ്പെടെയുള്ളവരെ അവർ കണ്ടു. അപ്പോൾ അത് വളരെ വിശാലമായ ഒരു ജനാധിപത്യ സംസ്കാരമാണ്, ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞു എന്ന് ഞാൻ എൻ്റെ അഭിപ്രായവും ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബിന് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ് എൻ്റെ നേതാവ് എന്നാണ് പറഞ്ഞത്. അതിനപ്പുറം കേരളത്തിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വളർന്നു വന്ന ഒരു യുവ നേതാവായിട്ടാണ് അബിൻ അറിയപ്പെട്ടത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരാണ് ആൾ എന്ന് ചോദിച്ചപ്പോൾ അബിനെ ചൂണ്ടിക്കാട്ടിയ നേതാവാണ് രമേശ് ചെന്നിത്തല. എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയെ ചൂണ്ടാത്തത് അബിൻ? അല്ല, അങ്ങനെയല്ല. ഇതിനകത്ത് അങ്ങനെ ഒരു പരസ്യ പ്രതികരണം നടത്തേണ്ട ഒരു സമയമല്ല. ഏതെങ്കിലും ഒരു പാർട്ടി പോസ്റ്റിലേക്ക് വരണമെന്ന് പറയുന്ന പോലെയല്ല കേരളത്തിലൊരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് പറയേണ്ടത്. അതുമാത്രമല്ല, അതങ്ങനെ പറയണമെന്നൊരു നേതാവ് പോലും ആവശ്യപ്പെടില്ല ഇവിടെ. കാരണം അതൊരു പക്വമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിലാണ്. പാർട്ടിയുടെ ഉള്ളിൽ പറയേണ്ട അഭിപ്രായം പാർട്ടിയുടെ ഉള്ളിൽ തന്നെയാണ് പറയേണ്ടത്. ഇതിനു വേണ്ടി ഒരു പ്രൊസീജിയറുണ്ട്, അതിനുവേണ്ടി ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിൽ വളരെ കൃത്യമായി എൻ്റെ അഭിപ്രായം എന്താണോ ഞാൻ ആ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമാണ്, നമുക്കൊക്കെ ഓരോ നേതാക്കന്മാരോട് ഇഷ്ടം കാണും. നമ്മളെയൊക്കെ ഓരോ നേതാക്കന്മാർ പ്രത്യേകമായി കെയർ ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായി ഞാൻ പറയുന്നു, എനിക്ക് നിങ്ങളീ പറയപ്പെടുന്ന 3 നേതാക്കന്മാരും ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ കെ സി വേണുഗോപാലും ശ്രീ വി ഡി സതീശനും എൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ 3 നേതാക്കന്മാരും ഇപ്പോൾ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ 3 നേതാക്കന്മാരും എൻ്റെ വിജയത്തിന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അത് കേവലം ഒരു പ്രചരണത്തിൽ വരിക എന്നുള്ളത് മാത്രമല്ല, ഒരു നിയോജക മണ്ഡലങ്ങളിൽ ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെടുകയും സംഘടനാപരമായ വിഷയങ്ങൾ പരിഹരിക്കാനും മറ്റു കാര്യങ്ങളിലും ഒക്കെ തന്നെ ഈ 3 നേതാക്കന്മാരുടെയും കൃത്യമായ ഇടപെടലുണ്ടായിരുന്നു. ആ 3 നേതാക്കന്മാരുടെ ഇടപെടലിലൂടെയാണ് ഞാൻ വിജയിച്ചു വന്നത്. അതിനകത്തൊരു സംശയം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.